കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എവിടെ? പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്ന സൂചനയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. പക്ഷേ 9ാം ദിവസവും ആ ചോദ്യത്തിന് ഉത്തരമായില്ല എന്നതാണ് വസ്തുത. ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അധികാരത്തിന്റെ കേന്ദ്രത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വവും അസ്വസ്ഥതയും മാത്രം. അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് വിവരം. ഒരുപക്ഷെ അത് നാളെയാകാം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നിർണായക കൂടിക്കാഴ്ച നടത്തും. അടിയന്തര സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നത് പോലെയാണ് പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലുള്ള ഖർഗെയുടെ ഡൽഹി യാത്ര. ഘടകകക്ഷികൾ അസ്വസ്ഥരാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ എന്നാണ് പരിഗണിക്കുന്നത്. ഇതിനിടെ തെരുവിലിറങ്ങി ഫ്ലക്സുകളും ഒക്കെ വയ്ക്കുന്ന, പരസ്യ പ്രകടനങ്ങൾ നടത്തുന്ന നേതാക്കളുടെ അനുയായികളുടെ ഒക്കെ പ്രവർത്തനത്തിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തി അറിയിക്കുന്നു. ഇതിന് കാരണക്കാരൻ പക്ഷേ തീരുമാനം വൈകിക്കുന്ന ഹൈക്കമാൻഡ് തന്നെയല്ലേ? എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം വരേണ്ടത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. ഇന്ന് വരും ആ പ്രഖ്യാപനം എന്ന് കേരളത്തിന് ഉറപ്പിക്കാനാകുമോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എന്നോടൊപ്പം ആദ്യം ചേരുന്നത് കമാൻഡർ മാത്യു ആണ്, മുംബൈയിൽ നിന്ന്. കമാൻഡർ മാത്യു, ഇത് ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് ചിലർ സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ നാളെ ഉണ്ടായേക്കും. അതിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ആ പ്രഖ്യാപനം പെട്ടെന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? നമസ്കാരം. നമസ്കാരം. രണ്ട് കാര്യം ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന്, നമ്മുടെ പൊതുവേദിയിലെ സൈക്കിൾ ചവിട്ടി നമ്മൾ മുഷിയുന്ന പോലാണ് നമ്മുടെ കോൺഗ്രസിന്റെ CM-നെ കേരളത്തിൽ തീരുമാനിക്കുന്നത്. ഇത് ഓടി ചവിട്ടി തീരുന്നല്ലാതെ എങ്ങും ചെന്ന് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. രണ്ട്, കേരളത്തിലെ തന്നെ മുഖ്യധാരയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ കോൺഗ്രസിലെ ഇന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഈ പൊതുവേദി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഡൽഹിയിലെ ആപ്പ് എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകരിക്കാനും ബംഗാളി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാവാനും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചാബിൽ കോൺഗ്രസിന് വിട്ടിട്ട് ആപ്പ് ഭരിക്കാൻ കാരണവും ഈ പറയുന്ന ഹൈക്കമാൻഡിന് അഡ്വൈസ് കൊടുത്ത നേതാക്കന്മാരുമാണ്. കേരളത്തിൽ VD സതീശനില്ലാതെ ഒരു മുഖ്യമന്ത്രി വന്നാൽ കേരളത്തിലും ഒരു പുതിയ ഭരണ സംവിധാനം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയം വേണ്ട. ഒപ്പം തന്നെ ജോസഫ് വിജയ് ഇപ്പം കേരളത്തിലൊരു മാതൃകയാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. പണ്ട് കോൺഗ്രസ്സുകാരെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ പറയുന്ന വോട്ട് ചെയ്യുന്ന പോലെയല്ല ഇന്നത്തെ ജനങ്ങള്. ഇന്ന് മൊട്ടേന്ന് ജനിച്ച കുട്ടിക്ക് പോലും അറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. VD സതീശന് വേണ്ടി കേരളത്തിൽ ഒരു വലിയ പടുകൂറ്റ ജനങ്ങൾ തന്നെ ഇന്ന് പിൻനിരയിലുണ്ട്. ഇതിന് വിപരീതമായിട്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ ഈ കേരളവും ഉടൻ തന്നെ കോൺഗ്രസിന് നഷ്ടമാകാൻ യാതൊരു വിധമായ സംശയം വേണ്ട. ഇന്നും ഇവർ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതിനർത്ഥമെന്ന് പറയുന്നത് കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഫെയിലിയർ അല്ല, ഹൈക്കമാൻഡിന്റെ ഫെയിലിയറായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അതാണ് സത്യം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സ്വാഭാവികമായും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ കമാൻഡറുടെ ആ ഒരു പ്രതികരണം വളരെ കൃത്യമാണ്. ശിവൻ ആലപ്പിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു, ആലപ്പുഴയിൽ നിന്ന്. ശിവൻ, ഹലോ. സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് പല ദിവസവും വിളിച്ചിട്ടുണ്ട്, വിളിച്ചു അടുത്ത് വന്നിട്ടും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് കിട്ടി. അത് ശരി സാറേ, ഇത് ഏത് ഹൈക്കമാൻഡ് കിട്ടിയാലും ഏത് പാർട്ടി ഏതാരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയാലും 2 വർഷത്തിൽ കൂടുതൽ ഇത് ഭരിക്കുകയില്ല. നമുക്കറിയാം, ലോകത്ത് നടന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ഏറ്റവും വലിയ തോന്നിയവാസമായിരുന്നു അടിയന്തരാവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിന് അധികാരം കൊടുത്തു. 111 MLA-മാരുണ്ടായിരുന്നു. 3 വർഷം തികച്ചില്ല. സാർ ഓർക്കുന്നുണ്ടല്ലോ, 3 വർഷം തികച്ചില്ല ആ ഭരണം. 1980-ൽ സഖാവ് VK നായനാരാണ് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്നത്. ഇവരാകെ മൊത്തത്തിൽ ഇവർക്ക് ഓരോരുത്തരും അധികാരം വേണം. ഒരു 3 മുഖ്യമന്ത്രിമാരെ ഒരേ സമയം ഇവിടെ അവരോധിക്കാൻ ഒക്കുമായിരുന്നെങ്കിൽ ഇവിടെ ഈ ഭരണം നന്നാകുമായിരുന്നു. ഇതുതന്നെയായിരുന്നു. 3 പ്രധാനമന്ത്രിമാരെ ഒരേ സമയം ചരന്തിക്കിനും മറ്റേ പുള്ളിക്കാരനും ഒന്നും ഉണ്ടാക്കാൻ ഒത്തില്ല. അതുകൊണ്ടാവും പൊളിഞ്ഞു പോയത് എന്ന് പറഞ്ഞ കണക്ക് ഇതും പൊളിയും. 3 മുഖ്യമന്ത്രിമാരെ ഒരേ സമയം കണ്ടെത്താൻ ഒക്കുമായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുമായിരുന്നു. ഇത് 2 കൊല്ലം കഴിയുമ്പോൾ തകരും.
ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ സുബൈർ തൃശ്ശൂരിന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. സുബൈർ, ഇത് കേൾക്കുന്നുണ്ടല്ലോ, ആളുകളൊക്കെ നിങ്ങളെ പരിഹസിച്ചു തുടങ്ങി, അത് അധികകാലം നീളില്ല എന്ന സംശയം വരികയാണ്. എന്ത് സംഭവിക്കുമെന്നാണ് സുബൈർ കരുതുന്നത്? ഇന്ന് വരുമോ ഈ പ്രഖ്യാപനം? നമസ്കാരം. അന്ന് 3 വർഷം എന്നല്ല 5 വർഷം തന്നെ ഭരിക്കുകയൊക്കെ ചെയ്യും. ഇന്നും അല്ലെങ്കിൽ നാളെ ഫൈനല് പക്കയായിട്ട്, നാളെ ഫൈനലായിട്ട് തീരുമാനം വരും. ചങ്ങശ്ശേരിയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ UDF ഗവൺമെന്റ് വന്നിട്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യാനായിട്ടും ബാക്കി പെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ ഒരിക്കലും അതങ്ങനെ വൈകി പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ വൈകി പോയി. ഇവിടുത്തെ തല്ലുകൂട്ടല്ല എല്ലാവർക്കും. ഇപ്പൊ ഞാൻ അന്ന് മനുസാറിനോട് ചോദിച്ചല്ല, നിങ്ങൾ രണ്ടുപേരോടും ചോദിച്ചാൽ ആരാ പറയാ? അപ്പൊ അത് പിന്നെ അതിന് ടോക്കൺ ഇടേണ്ടി വരും, ബുദ്ധിമുട്ടാവും. അതിന്റെ വീട്ടിലാണ് പ്രശ്നം ഉണ്ടായത്. അപ്പൊ അത് ശരിയാണ്. 3 പേര് ഒരു കസേരയ്ക്ക് വേണ്ടി 3 പേര് തല്ലുകൊണ്ട കാര്യം ആദ്യമേ നോക്കി വെക്കമായിരുന്നു. അത് ശരി, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ഞാൻ കോൺഗ്രസിന്റെ ഒരു യാത്രകളും കൂടിയിട്ട് സംഗതി തെറ്റൊക്കെ തന്നെയാണ്. തെറ്റ് ഇന്ന് രാത്രിയോ നാളെ എന്തായാലും പ്രഖ്യാപനം വരും. UDF കയറും, ഭരിക്കും, സൂപ്പറായിട്ട് കൊണ്ടുപോകും, പറഞ്ഞ 5 നിബന്ധനകളും കൊടുക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം ഉണ്ണികൃഷ്ണൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ചേരുന്നത്. ഉണ്ണികൃഷ്ണൻ സാറേ, നമസ്കാരം. യെസ്, നമസ്കാരം സാറേ. ഒരു ഭരണം മോശമായിട്ടല്ല കോൺഗ്രസ്സുകാർക്ക് ഈ ഭരണം കിട്ടിയത്. ഓരോരുത്തരെ പെരുമാറ്റവും ഓരോരുത്തരെ രീതികൾ കൊള്ളിലാണ്ട് ജനങ്ങൾക്ക് മടുത്തിട്ടാണ്. അതിനേക്കാൾ മോശമായ രീതികളാണ് ഇവര് കാട്ടിക്കൂട്ടുന്നത്. ഒരുപാട് പ്രവർത്തകര് വീടാന്തരം കയറി നടന്ന് വോട്ട് പിടിച്ച് ഇവർക്ക് ഇത്ര ഭൂരിപക്ഷം കൊടുത്തിട്ട് അപ്പൊ ജനങ്ങളെ സേവിക്കാന്നുള്ളതല്ല ഇവരെ ലക്ഷ്യം. ഇവരെ വിനാമി ബന്ധങ്ങളും ഇവരെ സ്വത്തുക്കളും പ്രഖ്യാപിക്കുക, കൂട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചിന്തിക്കുന്നത്. ജനങ്ങൾ നല്ലത് ചെയ്യാനുള്ള ഭരണമാണെങ്കിൽ ഇവരിപ്പോ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ സാറേ? അല്ല, അവര് എല്ലാവരുടെ അഭിപ്രായം ആരായിരുന്നു? ഇതൊരു സ്വതന്ത്ര പാർട്ടിയല്ലേ? അപ്പൊ ആളുകൾ അവരുടെ എല്ലാവർക്കും താല്പര്യം പറയാനുണ്ട്. ജനങ്ങളോട് ഇതേമാതിരി കാണിക്കേണ്ട കാര്യമുണ്ട്. ഞങ്ങൾ ഇന്ന ദിവസം പ്രഖ്യാപിക്കുന്നതാണ്, പ്രഖ്യാപിച്ചാ പോലെ സാറേ. ഇതേമാതിരി ജനങ്ങൾക്ക് ഇത് ടെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, ശരി, ഓക്കെ. അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. സൂപ്പി കഴിഞ്ഞ ദിവസം അഭിപ്രായം പറഞ്ഞാണെങ്കിലും സൂപ്പി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങ് കഴിഞ്ഞ ദിവസം സംസാരിച്ച. എന്റെ അഭിപ്രായത്തില് ആദ്യം തന്നെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ട് തന്നെ ഇലക്ഷൻ നേരിടാൻ പാടുള്ളൂ. അതാണ് ഇതിന്റെയൊക്കെ പിന്നിലായത്. പിന്നെ എന്റെ അഭിപ്രായം, വേറെ അഭിപ്രായം പറയുക വെച്ചാല്, ഈ VD സതീശന മുഖ്യമന്ത്രി ആവുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന് ഒറ്റ ആൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കാൻ നിൽക്കുക. അങ്ങനെ ചെന്നിത്തലവന് അങ്ങനെ ഗ്രൂപ്പിലും അങ്ങനെ മറ്റേ ആളാണ് അതുപോലെ ചെയ്താല് പ്രശ്നം പരിഹരിക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ്. സന്തോഷം, ചുരുങ്ങിയ വാക്കുകളിൽ. ഇങ്ങനെ നമുക്ക് കുറെ പ്രേക്ഷകർ നിൽക്കുന്നു. സന്തോഷ്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ വോട്ട് ചെയ്ത ജനങ്ങളെ അവഹേളിക്കുകയാണ്. കാരണം ഈ രാഹുൽ ഗാന്ധിക്ക് അറിയാലോ, എംപിമാർ മത്സരിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ MP വന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുക. ഇപ്പം നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ട് വേണം ഇലക്ഷനെ നേരിടാൻ. പക്ഷെ അത് CPM നടക്കും, കോൺഗ്രസിൽ നടക്കില്ല. കാരണം ഇത് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച എതിർ ഗ്രൂപ്പ് കാലുവാരും. എതിർ ഗ്രൂപ്പ് കാലുവാരി പണിയും. പിന്നെ ഈ അച്ചടക്ക നടപടി ജനങ്ങൾ കോൺഗ്രസ് സമയം ഞാൻ അങ്ങ് ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞോളാം. അപ്പൊ സജീവ് വെച്ചൂർന്ന് സജീവ്. ഓക്കെ സാറേ, താങ്ക് യു ഇങ്ങനെ ഒരു അവസരം തന്നതിന്. പിന്നെ സാറേ, എനിക്ക് പറയാനുള്ളത്, സജീവ് വെച്ചൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയാണോ? യെസ്, കോട്ടയം ജില്ല വൈക്കം താലൂക്കിന്റെ പടിഞ്ഞാറ് തീരദേശ മേഖലയാണ്. വേമ്പനാട് കായലിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് വെച്ചൂർ. സജീവ് വെച്ചൂർ എന്നാണ് നമ്മള് പൊതുവെ എന്റെ പ്രൊഫൈലിലൊക്കെ ഉള്ളത്. എനിക്ക് പറയാനുള്ളത്, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലെ ഡിബേറ്റ്സ് ഈ 3 പേരെയും വെച്ചുകൊണ്ട് ഒരു ഓപ്പൺ ഡിബേറ്റ്സ് മീഡിയയെ സംഘടിപ്പിക്കേണ്ടതായിരുന്നു. ഈ ഡിബേറ്റ്സിൽ ഏറ്റവും മികച്ച സ്കോർ ചെയ്യപ്പെടുന്ന ആരാണോ അവര് വേണ്ടിയിരുന്നു കേരളത്തിന്റെ ഭാവി പരിപാടികളെ കുറിച്ചിട്ടും നിലവിലുള്ള സംവിധാനങ്ങളെ എങ്ങനെ മാറ്റിമറിക്കാം എന്നതിനെ കുറിച്ചിട്ടും ഒരു കാഴ്ചപ്പാട് വ്യക്തമായിട്ടൊരു മുന്നോട്ട് വെക്കുന്ന ഒരാള് വേണ്ടിയിരുന്നു നമ്മളെ വരും കാലത്ത് നയിക്കാൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അപ്പൊ നല്ല പ്രാസംഗികൻ ഒരുപക്ഷെ നല്ല ഭരണാധികാരി ആയിക്കൊള്ളണമെന്നില്ല സജി, അതാണ് വേറൊരു പ്രശ്നം. അല്ലല്ല, അങ്ങനെയല്ല. കാഴ്ചപ്പാടുകൾ, അവരുടെ ഭാവിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ യുവതലമുറയെ എങ്ങനെ നയിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമ്മുടെ വ്യാവസായിക മേഖലയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും, അങ്ങനെ 100 തലങ്ങളിലൂടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് ഏറ്റവും മികച്ച രീതിയിലേക്ക് വിഷയത്തെ അവതരിപ്പിക്കാനായിട്ടോ നമ്മുടെ മുന്നിലേക്ക് വെക്കാനായിട്ട് കഴിവുള്ള ഒരാൾ, കൃത്യമായ ഒരു ദിശാബോധമുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഒരാള് ഒരു ഓപ്പൺ ഡിബേറ്റിലൂടെ വേണ്ടിയിരുന്നു നമ്മൾ ഇവരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക. അതാകുമ്പോഴത്തേക്ക് ആർക്കും ഒരു പരിപ്പും ഉണ്ടാകത്തില്ല.
ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ. ഗുഡ് ഈവനിങ് മിസ്റ്റർ വിനു, ഞാൻ രാധാകൃഷ്ണൻ പ്രായരി. ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങയുടെ പ്രവചനം ഞാൻ ഓർക്കുന്നു, അങ്ങും ഓർക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. ഹങ് അസംബ്ലി എന്നാണ് എന്നോട് പറഞ്ഞത്. ഹങ് അസംബ്ലി. അതെ. പക്ഷേ അത് തമിഴ്നാട്ടിലായി പോയി, നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിലായി പോയി. പക്ഷെ അവരവിടെ അത് ഭംഗിയായിട്ട് രൂപീകരിച്ച് CM പോസ്റ്റും കൊടുത്ത് അവര് ടീമായി. 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് കേരളം കിടന്ന് കഷ്ടപ്പെടുകയാണ് ഒരു CM-നെ കിട്ടാൻ വേണ്ടി, അല്ലേ? മറ്റു സ്ഥലങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതെ. പിന്നെ ഇപ്പൊ ഒരാള് ഡൽഹിയിൽ നിന്ന് ചാടുകയാണ്. അന്ന് കെ സുധാകരനും അടൂർ പ്രകാശും ട്രൈ ചെയ്താണ് അസംബ്ലിയിൽ അയക്കുക. അപ്പൊ പറഞ്ഞു ഇല്ലല്ലോ, നോ MP വിൽ കോണ്ടസ്റ്റ് ഫ്രം എലക്ഷൻ. ഇപ്പൊ അങ്ങേരെ അവിടെ നിന്ന് എടുത്ത് ചാടിച്ചിട്ട് ഇവിടെ ഒരു MP-യുടെ ഇലക്ഷനും പിന്നെ ഒരു അസംബ്ലി ഇലക്ഷനും വന്ന് ഇത്രയും ചെലവ് എന്തിന് ഇവർ ചെയ്യുന്നു? ഈ നാട്ടുകാർ വോട്ട് ചെയ്തത് 103 സീറ്റ് കൊടുത്തത് കോൺഗ്രസിനാണ്. അപ്പൊ ഇവിടെയുള്ള ഒരാളെ അല്ലേ തെരഞ്ഞെടുക്കേണ്ടത്? ശരി, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ വർഗീസ് ജോർജ് എന്നോടൊപ്പം ചേരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ വർഗീസ് ജോർജ്. സാറേ, സാർ ഗുഡ് ഈവനിങ് സാർ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നാടകം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പം നേതൃസ്ഥാനത്തേക്ക് വരാൻ താല്പര്യമുള്ള 3 പാർട്ടികളും 3 ആൾക്കാരും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ നേതൃസ്ഥാനത്തേക്ക് വരുമ്പം ഹൈക്കമാൻഡിന്റെ പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ സ്ഥാനലബ്ധി ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പലവർക്കും സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടാകാം, MLA സ്ഥാനാർത്ഥിത്വത്തില് ഫണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടാകാം, അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത അത് അദ്ദേഹത്തിന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് വരുന്ന ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട്. പക്ഷെ അത് അദ്ദേഹം MLA-മാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എല്ലാ MLA-മാരും അദ്ദേഹത്തെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഒരു നേതൃത്വം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഉള്ള അണികളുടെ, കേരളത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത എന്താണ്, കേരളത്തിലുള്ള ജനങ്ങൾക്ക്, കേരളത്തിലുള്ള വോട്ടർമാർക്ക് വ്യക്തമായ ഒരു ദിശാബോധം കൊടുത്ത ഒരു വ്യക്തിയാണ് VD സതീശൻ. VD സതീശൻ മുഖ്യമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കേരളത്തിന് 5 വർഷത്തേക്കുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് വ്യക്തമായിട്ട് ഹോംവർക്ക് ചെയ്ത് പഠിച്ച ഒരു വ്യക്തിയാണ് VD സതീശൻ. അദ്ദേഹത്തെ തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രിയാകാൻ കേന്ദ്ര നേതൃത്വം സെലക്ട് ചെയ്യേണ്ടതാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതിനർത്ഥം KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ കഴിവില്ലാത്തവരെന്നല്ല. രണ്ടുപേരും ഇവരെക്കാട്ടിലൊക്കെ കഴിവുള്ളവരായിരിക്കാം. പക്ഷെ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ കേരളത്തിന്റെ ഒരു പൾസ് VD സതീശനൊപ്പമാണ്. അതിനെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ 2 ഇലക്ഷൻ, KC ആണെങ്കിൽ 2 ഇലക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരും. ഈ 2 സ്ഥലത്തും ജയിക്കുമെന്ന് ഉറപ്പില്ല. അഥവാ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിന് ഇതിൽ പരം നാണക്കേട് വേറെ ഒന്നും കാണത്തില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷിബു എന്നോട് ഇപ്പം ചേരുന്നത് ഇലവന്തിറയിൽ നിന്നാണ്. ഷിബു, ഇലവന്തിട്ട. ഷിബു. നമസ്കാരം സാർ. നമസ്കാരം. ഷിബു, ഈ പ്രഖ്യാപനം നാളെ എങ്കിലും ഉണ്ടാകും എന്ന് ഷിബു കരുതുന്നുണ്ടോ? നാളെ പ്രഖ്യാപനം ഉണ്ടാകും. തീരുമാനം കേന്ദ്രത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ ഇത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊക്കെ പൊതുജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയുള്ള ചില അഭ്യാസങ്ങൾ മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ. അപ്പൊ ആര് മുഖ്യമന്ത്രിയാകുമെന്നാണ് ശ്രീ ഷിബു കരുതുന്നത്? മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത് വേണുഗോപാൽ തന്നെയാണ്. ആണോ? അതല്ലെങ്കിൽ ഒരു സമവായത്തിന്റെ ഭാഗമായിട്ട് ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാനും ചാൻസ് ഉണ്ട്. ശശി തരൂർ ഈ രണ്ടുപേര് മുഖ്യമന്ത്രിയായാലും ഇവർ രണ്ടുപേരും BJP-യുടെ കോൺഗ്രസിലെ ഡബിൾ ഏജന്റ് ആണ്. BJP-യുടെ അനുഭാവികളാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കേരളത്തിൽ UDF-നെ അധികാരത്തിലെത്തിക്കുവാൻ ഊണ് ഉറക്കവും ഉപേക്ഷിച്ച് പണി ചെയ്തത് VD സതീശനാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് തന്നെയാണ് പട്ടികജാതി വർഗ ഐക്യവേദിയുടെ ആഗ്രഹം, താല്പര്യവും ഞങ്ങളുടെ ഡിമാൻഡ്. ഈ സംഘടനയുടെ നേതാവാണ് അല്ലേ? അതെ, SC ഐക്യവേദിയുടെ സംസ്ഥാന ചെയർമാനാണ്. അപ്പൊ അങ്ങ് VD സതീശനെയാണ് പിന്തുണയ്ക്കുന്നത്? VD സതീശനാണ് അർഹതപ്പെട്ടവൻ. ശരി, ഓക്കെ, വ്യക്തമാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്.
അപ്പോൾ അതാണ് ഒരു സംഘടനാ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അപ്പോൾ രാജേഷ് എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. ശ്രീ രാജേഷ് എന്ത് തോന്നുന്നു? ഈ തർക്കം ഇങ്ങനെ ഇനിയും തുടരുമെന്നാണോ അതോ ഇത് സ്വാഭാവികമായ ഒരു സമയക്രമം മാത്രമായി എന്നാണോ? എന്താണ് ശ്രീ രാജേഷ് കരുതുന്നത്? ഇത് എല്ലാവരും പ്രവചിച്ചാണ്. ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേനും ഇങ്ങനൊരു അടി എല്ലാവരും പ്രവചിച്ചാണ്. പക്ഷെ ഈ KC വേണുഗോപാല് അന്ന് തന്നെ പറഞ്ഞു എന്റെ പേര് അതിൽ നിന്ന് വെട്ടിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളി എന്തിനാണ് ഇങ്ങനെ കയറി നിൽക്കുന്നത്? PDക്കോ RCO കൊടുത്തു വിടാം അല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഇവര് രണ്ടുപേരും എല്ലാവരും ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു ബെഞ്ച് പണിത് അതിലേക്ക് എല്ലാവരും അങ്ങോട്ട് നിരത്തി അങ്ങ് ഇരുത്ത്. ഓക്കെ. നിസാമുദ്ദീൻ കൂടി എന്നോടൊപ്പം ചേരാൻ കൊല്ലത്ത് നിന്ന്. ശ്രീ നിസാമുദ്ദീൻ, നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ MM മണി പറഞ്ഞത് തന്നെ കറക്റ്റ് കാര്യം. കേൾക്കുന്നു. ഹലോ. ഓക്കെ, ശ്രീ നിസാമുദ്ദീൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം വന്നു. ഉമേഷ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. ഇത് സത്യത്തില് ഈ നേതൃത്വത്തിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ ACCയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശ്രീ വേണുഗോപാൽ സാർ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം സത്യത്തിൽ ആദ്യം പറഞ്ഞ പോലെ എന്നെ മൈനസ് ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ മൈനസ് ചെയ്തിട്ട് അയാൾ പിന്മാറി നിന്നിട്ട് ഈ പ്രശ്നത്തിന് രമേശ് ചെന്നിത്തലയും മറ്റേ VD സതീശനും മാത്രമാണെങ്കിൽ അദ്ദേഹം ഇതിന് ശരിക്കൊരു പരിഹാരം കാണേണ്ട ഒരാളായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ള ആളാണ് ഈ ഒരു പ്രശ്നത്തിന്റെ എന്താ പറയാ പ്രധാനിയായി മാറിയിരിക്കുന്നത്. അതായത് പ്രശ്നം മാറ്റേണ്ട ഒരാള് പ്രശ്നക്കാരനായി മാറിയതിന്റെ ഒരു വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സാഹചര്യം ഉരുത്തിരിയുന്നൊരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. നാളെ രാവിലെയാണ് മുസ്ലിം ലീഗ് ഈ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി ഈ തീരുമാനം വൈകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നതാണ്. ഈ പ്രഖ്യാപനം വൈകുന്നത് ഒരു വിഷയമായി ചർച്ച ചെയ്യും എന്നാണ് കരുതുന്നത്. അതിൽ 102 സീറ്റിൽ വലിയ വിജയം നേടിയിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകുന്നത് ലീഗ് വലിയ അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത്. ജനവികാരം മാനിക്കാതെ ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിൽ ലീഗിന് അതൃപ്തിയുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ലീഗ് അവരുടെ അഭിപ്രായം പറയുമെന്നും വ്യക്തമാക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം നിറയെ പേർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. എന്നോട് ഇന്നലെ ദേഷ്യപ്പെട്ടു പോയ ശശിധരൻ പിള്ള ഇന്ന് യൂട്യൂബിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ശശിധരൻ പിള്ള ഇങ്ങനെ പിണങ്ങിപ്പോയാൽ അദ്ദേഹത്തിന് അധിക ദൂരം പോകാനാകില്ലെന്ന്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ശശിധരൻ പിള്ള. ശശിധരൻ പിള്ളയ്ക്ക് എന്നെ അറിയാവുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഹായ് മനു ബ്രോ, ഗുഡ് ഈവനിങ്, സുഖമെന്ന് വിശ്വസിക്കുന്നതാണ്. ഇന്ന് ആദ്യത്തെ കമൻറ്റ് എനിക്ക് അയച്ചിട്ടുണ്ട്. അബൂബക്കർ എന്നോട് പറയുന്നു VD സതീശിനൊപ്പമാണ് താനെന്ന്. പ്രമോദ് നാണു, ഭരണസ്തംഭനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രാഷ്ട്രപതി ഇടപെടണം എന്നാണ് പ്രമോദ് നാണുവിൻ്റെ അഭിപ്രായം. സുനിൽകുമാർ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. സൗമ്യ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ദേ വിൽ ഡിക്ലെയർ അറ്റ് ദി ഏർലിയസ്റ്റ് ബിക്കോസ് ദിയർ അലയൻസ് IUML വിൽ വിഡ്രോ ദി സപ്പോർട്ട് എന്ന് സൗമ്യ പറയുന്നു. സുനിമോൾ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ശശി ഉടനെ എന്ന് പറയും, വരുമെന്നുടൻ എന്ന് പറയും. ഓക്കെ, എന്തോ തമാശയൊക്കെ പറയുന്നുണ്ട്. ജോയ് എന്നോട് പറയുന്നു, ജോയ് കാലിക്കറ്റ് പറയുന്നു വൈറ്റ് ചർച്ച് മുഖ്യമന്ത്രിയാകും, സുകുമാരൻ നായർ ഉപമുഖ്യമന്ത്രിയാക്കും, VD സതീശൻ മന്ത്രിസഭയിൽ ചേരില്ല എന്ന് പറയുന്നു. മിസ്റ്റീരിയസ് പറയുന്നു സുനിമോളിന് നമസ്കാരം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം ഗോമാതാജിയൊക്കെ ചേർന്നിട്ടുണ്ട്. ഗോമാതാജി പറയുന്നത് ഇന്നലെ ലൈവ് പൊതുവേദി കാണാൻ പറ്റിയില്ല, പിന്നെ യൂട്യൂബിൽ കണ്ടു, ഇന്നലത്തെ ഷർട്ട് ഉഗ്രനായിരുന്നു. ഗോമാതാജിയൊക്കെ എന്നെ എപ്പോഴും ഇങ്ങനെ പ്രശംസിക്കുന്നത് കേൾക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം വരുന്നത്. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജയകുമാർ ചേർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ അനിശ്ചിതത്വം മാറിയിരിക്കും, മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് അല്ലേ പറയുന്നതെന്ന് സുനിമോൾ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ഉണ്ട്. സന്തോഷ് വർമ്മ എന്നോട് പറയുന്നത് ഇനി ഇവർ കൊടുത്ത നടക്കാത്ത വാഗ്ദാനം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നടത്താൻ പറ്റില്ല, അത് കണ്ട് കോൺഗ്രസ് കളിക്കുന്ന കളിയാണോ ഇതെന്ന് അദ്ദേഹം സംശയിക്കുന്നു. കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നൌഷാദ് പറയുന്നു VD തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നു. മുരളി 3675 നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ഇത് ലോട്ടറി പോലെയായല്ലോ, നാളെ എന്ന് പരിഹസിക്കുന്നു. വസന്ത കുമാരി. സബീന സുൽഫി എന്നോടൊപ്പം ചേരുന്നു. ദിസ് ഷോസ് ദി ഇനഫിഷ്യൻസി ഓഫ് ദി കോൺഗ്രസ് പാർട്ടി ആൻഡ് ദ ഹൈക്കമാൻഡ് ഈസ് ടേക്കിംഗ് എ വൈസ് ഡിസിഷൻ എന്ന് എന്നോട് പറയുന്നു.
കൃഷ്ണദാസ് എന്നോട് പറയുന്നത് ഹോർമുസ് കടൽപാതയിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നതുവരെ കേരളത്തിൽ മന്ത്രിഭരണം ഇല്ലാതിരിക്കുന്നതിൻ്റെ നാടിന് ഗുണം എന്ന് പറയുന്നു. മുരളി, ഈ അടി മന്ത്രിസഭയുടെ അവസാനം വരെ കാണും എന്ന് എന്നോട് പറയുന്നു. അജിത് കുമാർ മറോളി പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി റിട്ടേൺ ടെസ്റ്റ് നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നിശ്ചയിച്ച പോലെ ഇപ്പോൾ ഒരു റിട്ടേൺ ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശിവദാസൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വിചാരിച്ച കാര്യമാണ് മാത്യു പറഞ്ഞത്. മാത്യുവിൻ്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനു, ഇത് നാണക്കേട് തോന്നുന്നു, സംഘടനയ്ക്ക് പ്രസിഡന്റ് പോലെ എന്ന് പറയുന്നു. VC തോമസ് പറയുന്നു ഇനിയുള്ള 5 വർഷം നമ്മൾ കാണേണ്ട കാര്യമാണ് എന്ന് പറയുന്നു. എന്തൊക്കെ തമാശകൾ ഒക്കെ കാണാം എന്ന് എന്നോട് പറയുന്നു. നാളെ പാണക്കാട് ബിരിയാണി ഉണ്ട് എന്നാണ് കൃഷ്ണൻകുട്ടിയുടെ പരിഹാസം. ജയകുമാർ പറയുന്നു 3 സംസ്ഥാനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, അവിടെയാണ് താമസം എന്ന് പറയുന്നു. ഗൗതം, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പരിഹാസം നാളെയാണ് നീളെ എന്നൊക്കെ പറയുന്നുണ്ട്. ജിനി പോൾ പറയുന്നു ഗ്രേറ്റ് മാൻ VD ഗോഡ് ബ്ലസ് യു എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ബീസ്റ്റ് എന്നോട് പറയുന്നത് നെക്സ്റ്റ് ഇലക്ഷൻ 5 ഇയർ ടേം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ തീരുമാനിച്ചാൽ മതി എന്നാണ് പറയുന്നത്. KG കുമാർ എന്നോടൊപ്പം ചേരുന്നു. KG കുമാർ, ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നിറയെ ഈ സത്യത്തിൽ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എന്താണ് ഈ സാധനം എന്ന് ഇപ്പൊ ആൾക്കാർക്ക് ഭയങ്കര സംശയമായിരിക്കുവാണ്. ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരും ഈ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ചെന്ന ആൾക്കാരും സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ആൾക്കാരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തിൽ രാഷ്ട്രീയമായിട്ട് യാതൊരു മുൻപരിചയമില്ലാത്ത ഒരാളിന് ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടും അത് ഒപ്പിച്ച് എല്ലാം കൃത്യസമയത്ത് ചെയ്തത് അയാളെ പോലും മാതൃകയാക്കാൻ പറ്റത്തില്ല. ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ആളിന് സത്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അയാൾക്കൊല്ല, അയാളൊരു റബ്ബർ സ്റ്റാമ്പാണ്. എന്നാൽ പിന്നെ ഈ അമ്മയും മക്കളും കൂടെ അങ്ങ് തീരുമാനിച്ച് ഈ 3 പേരെ. അഭിപ്രായം വ്യക്തമാണ്. അബൂബക്കർ എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. അബൂബക്കർ ഓക്കെ, അബൂബക്കറിന്റെ ടെലിഫോണിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഓക്കെ, അബൂബക്കർ കേൾക്കാമോ? യെസ് സർ. അബൂബക്കർ എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ എറണാകുളം ആലുവയിൽ നിന്നാണ്. ആലുവ. അബൂബക്കർ ആര് മുഖ്യമന്ത്രിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സർ, മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അതിന് എലിജിബിൾ ആയിട്ടുള്ള ആള് VD സതീശൻ തന്നെയാണ്. കാരണം 10 വർഷമായി ഒറ്റപ്പെട്ടിരുന്ന കോൺഗ്രസിനെ ഇത്രയും ശക്തിയായി കൊണ്ടുവരികയും. രണ്ടുപേരും എറണാകുളം ജില്ലക്കാരായതുകൊണ്ടാണോ ശ്രീ അബൂബക്കർ? രണ്ടുപേരും എറണാകുളം ജില്ലക്കാരായതുകൊണ്ടാണോ? അല്ല, ഒരിക്കലുമല്ല. കോൺഗ്രസിനെ അഭൂതപൂർവമായ ഈ വിജയത്തിലേക്ക് കൊണ്ടുവന്നപ്പോ ഒരിക്കലും അധികാരത്തിൽ കോൺഗ്രസിനെ കൊണ്ടുവരരുത് എന്നുള്ള വാശിയോടുകൂടി ചിലതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. മറ്റ് പാർട്ടിക്കാരോ ആരോ അല്ല, അവരെ കുറ്റമല്ല, കോൺഗ്രസിൽ നിന്ന് തന്നെ. ഈ കോൺഗ്രസ് ഇത്രയും ഇതായ രീതിയിൽ, മോശമായ രീതിയിൽ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് ജനങ്ങളതിനെതിരായിട്ട് തിരിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി വേണുഗോപാൽ സാർ തന്നെയാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, ശ്രീമതി തങ്കച്ചി. ശ്രീമതി തങ്കച്ചി തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. മുമ്പ് വിളിച്ചതായി ഞാൻ ഓർക്കുന്നു. അന്ന് എന്നോട് സ്ഥലം പറഞ്ഞു, പക്ഷെ ഞാൻ സ്ഥലം മറന്നുപോയി. എവിടെയാണ് തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശാസ്ത്രവട്ടം അറിയാമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ശാസ്ത്രവട്ടത്തു നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ തർക്കം കാണുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തർക്കം കാണുമ്പോ നല്ലൊരു മുഖ്യമന്ത്രി നമുക്ക് വേണം. നമ്മളെ നാട് നല്ല രീതിയിൽ പോകണം. അതിനുവേണ്ടി നല്ലൊരു മുഖ്യമന്ത്രി, അതാണ് ആവശ്യം. അതാരാണെന്നാണ് ശ്രീമതി തങ്കച്ചി കരുതുന്നത്? ആരാണെന്ന് വെച്ചാൽ ശശി തരൂർ സാറ് കൊള്ളാം. പിന്നെ പക്ഷെ പേരില്ലല്ലോ, അദ്ദേഹത്തിന്റെ പേരാരും പറയുന്നില്ലല്ലോ. രമേശ് ചെന്നിത്തല സാറ് കൊള്ളാം. പിന്നെ ശശി തരൂർ ഇല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വരട്ടെ എന്നാണ് ചേച്ചിയുടെ ആഗ്രഹം അല്ലേ? അതാണ് എന്റെ ആഗ്രഹം, ഒരു നല്ല മുഖ്യമന്ത്രി. നമുക്ക് സമാധാനമാണല്ലോ ആവശ്യം. അപ്പൊ ഏറ്റവും കൂടുതൽ പിന്തുണ KCക്കാണ്. അപ്പൊ KC വേണ്ടെന്നാ പറയുന്നത് ശരി ആണോ? അപ്പോഴേ ഞാൻ പറയുന്നത് നല്ലൊരു മുഖ്യമന്ത്രി, ഇനി ഒരു നല്ല മുഖ്യമന്ത്രി ആവണം നമുക്ക്. അദ്ദേഹം നല്ലതാണെന്ന് എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു. ഞാൻ കരുണാകരൻ സാറിന്റെ വീട്ടിലെ ആളായിരുന്നു മുമ്പ്. കരുണാകരൻ സാറ്
കരുണാകരൻ സാറ് ലീഡർ ജീവിച്ചിരുന്ന കാലത്ത് ആ ജഗതി അങ്ങനെയാണെങ്കിൽ കെ മുരളീധരനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ശ്രീമതി തങ്കച്ചി പറയുന്നത് അദ്ദേഹത്തിന് ആയാലും കുഴപ്പമില്ല മുഖ്യമന്ത്രി. ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു കരുണാകരന്റെ ആളായിട്ട്. ഈ കരുണാകരന്റെ ആളുകളെല്ലാം കെ മുരളീധരനെ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇല്ല അയ്യോ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. അദ്ദേഹത്തിന് ഒന്നും സമ്പാദിക്കേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹം ജനിച്ച കാലം തൊട്ട് ഒരു മുഖ്യമന്ത്രി മകനായി. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കരുണാകരന്റെ ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പത്മജ വേണുഗോപാൽ രാഷ്ട്രീയത്തിൽ മുന്നേറുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ചേച്ചി വരും, ചേച്ചി നല്ലൊരു മന്ത്രിയാവും. ആണോ? അപ്പൊ പാർട്ടി മാറിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല ഞങ്ങളും BJP-ക്കാര് തന്നെയാണ്. എന്നാലും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതില്ല. BJP ആണ് വരണം എന്നാണ് നമ്മളെ ആഗ്രഹം. പക്ഷെ എന്നാലും നല്ലൊരു മുഖ്യമന്ത്രി വരണമെന്നാണ് നല്ല മുഖ്യമന്ത്രിയാവോ? അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ മോനെ, അതിനെപ്പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ കെ കരുണാകരന്റെ കാലത്തുള്ള ഓർമ്മകളൊക്കെ ഉള്ള ഞാൻ സ്ഥിരം അവിടെ പോവുകയും ശരത്തണ്ണന്റെ അടുത്ത് പോവുകയും പല കാര്യങ്ങൾ, എനിക്ക് മെഡിക്കൽ കോളേജ് ജോലി ഉണ്ടായിരുന്നു, അത് പെർമനന്റ് ആയി കിട്ടാൻ വേണ്ടി പോവുകയും എല്ലാം. പെർമനന്റ് ആക്കി തന്നോ? ഇല്ല എനിക്കൊരു മകൻ മരിച്ചുപോയി, അതോടെ പിന്നെ ആ ജോലി ഞാൻ അങ്ങ് കളഞ്ഞു. ശരി, ഏതായാലും പ്രതികരണങ്ങൾക്ക് നന്ദി. അപ്പൊ ഈ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മോനെ. നമ്മള് ശശി സാറിന്റെ വീട്ടിൽ നമുക്ക് അതൊക്കെ ഒരു ദിവസം പറയാം. ഓക്കെ, അപ്പൊ അടുത്തൊരു പ്രേക്ഷക ഉള്ളതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു ദിവസം. ബിന്ദു സുരേഷ് എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. ശ്രീമതി ബിന്ദു സുരേഷ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. കോട്ടയത്ത് എവിടുന്നാ? കോട്ടയം കുറുപ്പന്തറയിൽ നിന്നാണ്. അതെ. അപ്പൊ എന്താണ് താങ്കൾ കരുതുന്നത്? ഈ പ്രഖ്യാപനം വൈകിയാൽ മത്സരരംഗത്തേക്ക് വന്ന് നിപ്പുണ്ടല്ലോ. ഇപ്പൊ ഗ്രൗണ്ട് റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് വേണുഗോപാൽ സാറാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സതീശൻ സാർ 102 ആ ഒരു ലീഡിലേക്ക് എത്തിച്ചതിന്റെ മുഖ്യമായിട്ടുള്ള ചെയ്തിരിക്കുന്ന ആള് നമ്മുടെ VD സതീശൻ സാറാണ്. അപ്പം ഹൈക്കമാൻഡിൽ നിന്ന് ഏത് നടപടി ഉണ്ടായാലും ആരുടെ പേര് വന്നാലും ബാക്കിയുള്ള അണികളെല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിച്ച് ഈ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ആ ദുർഭരണത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഇത് വരുന്നില്ലല്ലോ. വീണ്ടെടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അടുത്ത ദിവസം തന്നെ അതിന് തീരുമാനമാകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. എന്ത് വന്നാലും നല്ലത് ബിന്ദു വിചാരിക്കുന്നുണ്ടോ അടുത്ത ദിവസം തീരുമാനം ആവുമെന്ന്? നാളെ തന്നെ ആവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, അപ്പൊ നാളെ ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണുമ്പോൾ ഞാൻ ചോദിക്കും. ആയിക്കോട്ടെ, ശരി എന്നാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ മറ്റ് ചില പ്രേക്ഷകർ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ശശിധരൻ പിള്ള ചോദിക്കുന്നു, നമ്മുടെ ഗൗതം എവിടെയായിരുന്നു? ഗൗതമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഗൗതം കുറച്ച് ദിവസം ഇടക്കിടക്കൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. പഴയ പോലെ സ്ഥിരത ഇല്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ കണ്ടു. നെക്സ്റ്റ് ഇലക്ഷന് 5 ഇയർ ടേം ഉണ്ടല്ലോ, അതിനുള്ളിൽ തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നു. മനു ഹൈക്കമാൻഡ് എന്താണെന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിക്കുന്നത്. അത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംവിധാനമാണ്. അതിൽ ആരുണ്ട്, എത്ര പേരുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയാണ് ഹൈക്കമാൻഡ്. അപ്പോൾ പണ്ട് ഞങ്ങൾ മല്ലികാർജുൻ ഖർഗെയോട് ഒരു ഘട്ടത്തിൽ ഈ കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അടുത്ത ഒരു അദ്ദേഹത്തിനോടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഹൈക്കമാൻഡിനോട് അറിയിക്കും എന്നാണ്, അവിടുത്തെ സാഹചര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കും എന്നാണ്. അപ്പോൾ ഞങ്ങൾക്കും സ്വാഭാവികമായ ഒന്നൊരു സംശയമുണ്ട്, ഇദ്ദേഹമാണല്ലോ പാർട്ടിയുടെ പ്രസിഡന്റ്, അപ്പോൾ ഇതുകൂടാതെ വേറെ ഹൈക്കമാൻഡ് എന്താണ്, അപ്പോൾ ഇതിൽ അദ്ദേഹം ഇല്ലേ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഏതായാലും അതൊരു ഉന്നതാധികാര സമിതി എന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അഷ്ലീൻ PB ജോസ് എന്നോട് പറയുന്നു, VDക്ക് ജയ് എന്ന് പറയുന്നു. അൻസാരി ആൻസി എന്നോട് പറയുന്നു ഹലോ എന്ന് പറയുന്നു. ഹലോ അൻസാരി NC. തേങ്ങ എപ്പോൾ ഉടയ്ക്കുമെന്ന് ലെഗസി ചോദിക്കുക എന്നോട്. ലെഗസി തേങ്ങ ഉടക്കി സ്വാമി എന്നാണ് ഞാനും പറയുന്നത്. ബിരിയാണി കഴിക്കാൻ പിണറായിയെയും റിയാസിനെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് ജയകുമാർ പറയുന്നത് ലീഗിൻ്റെ പരിപാടിക്ക്. ഓക്കെ, ബാബു നായർ എന്നോട് പറയുന്നു, ഓക്കെ ഡൽഹിയിലേക്ക് ഇനിയിപ്പോൾ ഇത്രയും പേരെ വിളിപ്പിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ എന്താണ് സോളാർ കേസ് പ്രതിയെ കൂടിയേ വിളിപ്പിക്കാനുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാവരും വിളിപ്പിച്ചു കഴിഞ്ഞെന്ന് പറയും. അഭിലാഷ് നായർ പറയുന്നു കൺഗ്രാറ്റ്സ് VD സാർ എന്ന് പറയുന്നു. മോളെ കാണിച്ച് അമ്മയെ കെട്ടിക്കുന്ന പരിപാടി കൊള്ളാം എന്ന് രാംദാസ് പറയുന്നു. അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന് പറയുന്നു. അരുന്ധതി റോയ്
അരുന്ധതി കോലംപറമ്പത്ത്, അരുന്ധതി റോയ് എന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അപ്പോൾ അരുന്ധതി കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു, നമസ്കാരം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകയും കൂടിയാണ് ശ്രീമതി അരുന്ധതി. അപ്പോൾ നമ്മുടെ വി ഡി സതീശൻ വരണമെന്നാണ് അവരുടെ ആഗ്രഹം. നോക്കാം എന്ത് സംഭവിക്കുന്നത്, ഞാനിതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണലത നമ്മുടെ മറ്റൊരു പ്രേക്ഷക എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇത് ജമ്പ് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അഷ്റഫ് KC-യുടെ ആളാണ്. പിന്നെ അബിൻ ജോസ് VD-യുടെ ആളാണ്. നെക്സ്റ്റ് CM ലോഡിംഗ് എന്നാണ് പറയുന്നത്. അഭിലാഷ് നായർ VD-യുടെ ആളാണ്. ലെഗസിക്ക് അപ്പൻ തമ്പുരാൻ ഗ്യാങ് എന്നുള്ള പരിഹാസമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരനല്ലെന്ന് തോന്നുന്നു. ഹു ഇസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, പ്ലീസ് സെലക്ട് ദ ചീഫ് മിനിസ്റ്റർ ഇമീഡിയറ്റ്ലി, കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നൊക്കെ ഗർജിക്കുന്നുണ്ട് ശ്രീമതി ലീല ജോസ്. പിണറായി വിജയന് ലക്കി ടു കണ്ടിന്യൂ ആസ് ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് സൗമ്യ. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനസ് മലപ്പുറത്ത് ചേരുന്നു. അനസിന് എന്താ പറ്റി? ഉണ്ണികൃഷ്ണൻ വൈക്കം. ശ്രീ ഉണ്ണികൃഷ്ണൻ. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. ശ്രീ ഉണ്ണികൃഷ്ണന് പ്രതീക്ഷയുണ്ടോ നാളെയോടുകൂടി പ്രശ്നം തീരുമെന്ന്? പ്രശ്നം നാളത്തോടുകൂടി തീരുമെന്നാ തോന്നുന്നത്. ആണോ? ഓക്കെ. അപ്പോൾ ആര് മുഖ്യമന്ത്രി ആവുമെന്നാണ് ശ്രീ ഉണ്ണികൃഷ്ണന്റെ കണക്കൂട്ടൽ? ആവുന്നത് രമേശ് ചെന്നിത്തല ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരും. നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ സ്വർണ്ണലത എന്നോട് പറയുന്നത് ഇത് നേതാക്കന്മാരുടെ ആഹ്വാനപ്രകാരമല്ല ഇവിടെ കാണുന്ന ഫ്ലെക്സും സമരങ്ങളുമെല്ലാം അത് VD സതീശന് വേണ്ടിയുള്ള ജനവികാരമാണ് എന്ന് എന്നോട് പറയുന്നു. നന്ദകുമാർ പറയുന്നു ഇങ്ങനെ ഒരു ഭരണം പ്രതീക്ഷിച്ചാൽ മതി, UDF-ൽ നിന്ന് ഒരു സീരിയസ്നെസ്, ഒരു ഉഴപ്പൻ ഭരണം എന്നാണ് പറയുന്നത്. സീരിയസ്നെസ് തുടക്കത്തിലേ കാണുന്നില്ലെന്ന് പറയുന്നു. ശശിധരൻ പിള്ള ഒരു തമാശ പറയുന്നുണ്ട്. അത് കേട്ട് ആ തമാശ കേട്ട് ഞാനും ചിരിച്ചുപോയി. ഒരു പുതിയ അറിയിപ്പ് ഹൈക്കമാൻഡിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. UDF-ന് വോട്ട് ചെയ്ത എല്ലാ പ്രവർത്തകരും പെട്ടെന്ന് തന്നെ ഹൈക്കമാൻഡിനെ കാണാൻ ഡൽഹിയിൽ എത്തിച്ചേരണം എന്ന അറിയിപ്പ് വന്നു എന്ന് കേട്ടതായി ശശിധരൻ പിള്ള പറയുന്ന ഒരു തമാശയായിട്ട് പറയുന്നതാണ്. എന്തായാലും അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ വിളിക്കാൻ ആരുമില്ല. ശശിധരൻ പിള്ള ഇങ്ങനെയാണ്, വന്നില്ലെങ്കിൽ നമ്മൾ ആകെ കഴിഞ്ഞു പോകും. അദ്ദേഹം വന്നില്ലല്ലോ എന്ന് നമ്മൾ ദുഃഖപ്പെടും. വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരെയും ഈ നിലയ്ക്ക് പരിഹസിച്ച് നിലം പരിശീലനാക്കുകയും ചെയ്യും. ഓക്കെ. ഗ്ലാഡിയേറ്റർ പറയുന്നു ശരിക്കും സതീശൻ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപർണ പറയുന്നു അപർണയുടെ ഇൻറ്റേൺഷിപ്പിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റാണ്, അപ്പോൾ എന്നെ മിസ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ആരായാലും അർഹിക്കുന്നവർക്ക് കിട്ടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ അവർ നമ്മുടെ പൊതുവേദിയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സരോഗം എന്നോട് പറയുന്നു ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയായി VD-ക്ക് ആഭ്യന്തരം കൊടുക്കും, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നു. CM VD തന്നെ എന്ന് എന്നോട് സാനിയ ജോർജ് പറയുന്നു. മുരളീധരൻ നായർ MN എത്തിയിട്ടുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. നമസ്കാരം മനു എന്ന് പറയുന്നു. തങ്കച്ചി ഈസ് BJP, ദാറ്റ് ഈസ് വൈ ഷി ഓപ്സ് ശശി തരൂർ ആൻഡ് രമേശ് ചെന്നിത്തല കോട്ട് റെഡ് ഹാൻഡഡ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. സതീശൻ ലീഗിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നു. മുന്നവിച്ചെറുമുറ്റം എന്ന് എന്നോട് VDS-ൻ്റെ ആളാണെന്ന് പറയുന്നു. അജിത് മാരോളി പറയുന്നു ഒരു കാരണവശാലും സതീശനെ ആക്കരുത്, പുനർജനി, ഗോൾവാൾക്കറുടെ മുന്നിലെ കുമ്പിടൽ, അടുത്ത കാലത്ത് നടന്ന NDA നേതാക്കളെ കാണാനുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇതെല്ലാം പരിശോധിക്കണമെന്ന് പറയുന്നു. പിണറായി വിജയൻ ഈസ് ലക്കി ടു കണ്ടിന്യൂ ഇൻ ചെയർ എന്ന തമാശ സൗമ്യ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തേങ്ങ ഉടക്കണം എന്ന ആവശ്യമാണ്. അമ്പാടിക്ക് പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറയുന്നു. മൂന്നിനെയും ഒഴിവാക്കട്ടെ, അധികാരമോഹികളാണെന്ന് പറയുന്നു. ഗോക്കി കൃഷ്ണൻ എന്നോട് പറയുന്ന ആർക്കും വേണ്ടെങ്കിലും ഇനി പിണറായി വിജയനെ നമുക്ക് വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്പാടി പറയുന്നു ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് പറയുന്നു. UDF-ന് കേരളത്തിലെ ഇടത് വലത് പാർട്ടികളുടെ അവസ്ഥ പരിതാപകരം എന്ന് എന്നോട് രാജേന്ദ്രൻ നായർ പറയുന്നു. KC-യെ തോൽപ്പിച്ചിരിക്കും എന്ന് അനീക് കൂൾ എന്നോട് പറയുന്നു. അനിൽകുമാർ പറയുന്നു മുഖ്യമന്ത്രി ആരായാലും അടുത്ത വകുപ്പിന് വേണ്ടിയുള്ള കടിപിടിയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. തുളസീധരൻ പിള്ളൈ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീ തുളസീധരൻ പിള്ളൈ. ഹലോ സാർ. നമസ്കാരം. ശ്രീ തുളസീധരൻ പിള്ള തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അതെ, തിരുവനന്തപുരം കിളിമാനൂർ പള്ളിക്കൽ. എവിടെയാ സ്ഥലം? എവിടെയാ? തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എനിക്ക് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. സോമൻ, ശ്രീ സോമൻ എറണാകുളത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സോമൻ എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ എറണാകുളത്ത് നിന്ന് കലൂരാണ്. കലൂരിൽ നിന്നാണ്. കലൂർ എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന്റെ ഹൃദയഭാഗത്താണ്. അപ്പോൾ ശ്രീ സോമൻ എറണാകുളംകാരനായ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂട്ടത്തിൽപ്പെട്ട ആളാണ്? ഒരിക്കലും ഇല്ല. അത് ശരി. ജില്ല നോക്കിയല്ല ജില്ല, കാരണം ഇതിനകത്ത് ഈ പറയുന്നതിലകത്ത് ഏതെങ്കിലും ഇച്ചിരി വിവരം അല്ലെങ്കിൽ കളി അറിയാവുന്നത് KC വേണുഗോപാലിനെ ഉള്ളൂ. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല.
ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു 10 കൊല്ലം. അദ്ദേഹത്തിന്റെ ഒരു 7 അയലത്ത് ഒരുപാട് മുകളിൽ എവറസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ഇവർ ആനമുടി പോലും വരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനോടുള്ള വിയോജിപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാണ് കോൺഗ്രസ്സുകാർ പരക്കെ പറയുന്നത്. കോൺഗ്രസ്സുകാർ എന്ന് പറയുന്ന ഒരു പാർട്ടി എന്താ വെച്ചാൽ ഇവരൊന്നും ഒന്നുമില്ല. ദിറ്റ്സ് എ റിക്രൂട്ടിംഗ് ഏജൻസി ഫോർ ദി BJP. അതല്ലേ, കാരണം ഏതായാലും നല്ല ഒരു എതിരാളിയെ നിർത്തി അവരെ ആദ്യം നശിപ്പിച്ചിട്ടാണ് BJPയുടെ ഒരു സ്റ്റൈലാണിത്. ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിൽ ഇപ്പൊ മുഖ്യമന്ത്രി പ്രശ്നമുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് ഉണ്ടാവുമോ, നാളെ ഉണ്ടാവുമോ? അതൊന്നും എനിക്ക് എന്റെ വിഷയമല്ല. ഞാനീ പറഞ്ഞ എന്നോട് ചോദിച്ച കാര്യമാണ്. ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇവരാരും ഒരു ശരി, പക്ഷെ അതിനകത്തുള്ളതിൽ കുറച്ച് വിവരമുള്ള ആള് KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം. രമേശ് ചെന്നിത്തലയും നെക്സ്റ്റ്. VD സതീശൻ ശരിക്കും വേസ്റ്റ് ആണ്. മൊത്തം കള്ളം മാത്രം പറഞ്ഞിട്ടാണ് അയാൾ ഈ ഇങ്ങനെ ഒരു കാര്യത്തിൽ കൊണ്ടുവന്നത്. ഇത് മനുഷ്യൻ കാണുന്നില്ലേ? ഒരു ദിവസം അയാൾ എത്ര കള്ളമാ പറയുന്നത്. നോണാന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാത്ത. ഒരിക്കലും നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊരു വലിയൊരു ഭയങ്കര സോമൻ ഏത് മേഖലയിൽ ജോലി ചെയ്ത ആളാണ്? ഞാൻ അഡ്വക്കേറ്റ്. പിന്നെ എനിക്ക് ഇവിടെ എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതോ ഇപ്പൊ റിട്ടയർ ചെയ്തോ? ഇല്ല, ഇപ്പൊ ഓൾറെഡി റിട്ടയർഡ്. ഓക്കെ. അപ്പോൾ ഒരു അഭിഭാഷകനായിരുന്നു. അപ്പോൾ അഭിഭാഷകൻ എന്ന നിലയിൽ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം അവർ കുറെ കൂടി കാര്യങ്ങളെ നിരീക്ഷിച്ച് എന്റെ ഈ കാര്യങ്ങൾ വളരെ ആരും പറയാത്ത രീതിയിൽ ഇപ്പം ഞാൻ വളരെ അധികം ഒരു പ്രത്യേക അഭിപ്രായം പറയുന്ന ആളാണ്. കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയായിരുന്നു ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ K കരുണാകരൻ എന്ന് വരെ പറയുന്ന ആളാണ് ഞാൻ. അതൊക്കെ ആരും പറയൂല. ഓക്കെ, അപ്പൊ വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ പൊതുവേദിയിലേക്ക് വിളിച്ചത് അഭിപ്രായം പങ്കുവച്ചതിലും സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നോടൊപ്പം ഷാജി കോട്ടയത്ത് നിന്ന് ചേരുന്നു. ഷാജി ഓക്കെ, ഞാൻ ഷാജിയിലേക്ക് വരാം. അപ്പോൾ എന്നോട് ഇപ്പം നമ്മുടെ പ്രേക്ഷകരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനിൽകുമാർ മുഖ്യമന്ത്രി ആരായാലും അടുത്ത വകുപ്പിന് വേണ്ടി അടികൂടുമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, കൃഷ്ണദാസ് എന്നോട് പറയുന്നത് കമാൻഡിങ് പവർ ഇല്ലാത്തവരാണ് ഹൈക്കമാൻഡ് എന്നാണ് പറയുന്നത്. ഒരു കമാൻഡിങ് പവറും ഇല്ലാത്തവരെയാണ് ഹൈക്കമാൻഡ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പൊതുവേദി പ്രേക്ഷകരെ വെച്ചൊരു ഹാസ്യ ചിത്രം തന്നെ നിർമ്മിക്കും കേട്ടോ. എല്ലാവരും തമാശ അടിച്ച് കസറുകയാണ്. അപ്പോൾ ജയകുമാർ പറയുന്നത് ഞങ്ങൾ ഏകദൈവത്തിൻ്റെ ആളല്ല വിളിയെന്ന്. ഓക്കെ, അതെന്താണ് അങ്ങനെ ഒരു തർക്കം വരാനുള്ളത്? അപ്പോൾ KC വരണം എന്ന് എന്നോട് സതീഷ് കോറോത്ത് പറയുന്നുണ്ട്. കോൺഗ്രസിനെ നോക്കിക്കോ, വിജയ് പാർട്ടി കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലേക്ക് എന്നൊരു ഭീഷണി നമ്മുടെ അനി കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് കുട്ടി എന്നോട് പറയുന്നത് KC വരണം എന്നാണ്. അതോടൊപ്പം തന്നെ പിഷാരടി വരട്ടെ, അപ്പോൾ VD KC RC സൗണ്ട് ഇല്ലാതാകും, അപ്പോൾ അനിൽ എല്ലാവർക്കും സന്തോഷമാകും എന്നാണ് പറയുന്നത്. റോബർട്ട് വദ്ര ഈസ് വാച്ചിങ് കേരള പൊളിറ്റിക്സ്, ബി കെയർഫുൾ എന്ന് എന്നോട് ഗോപാലകൃഷ്ണ കേശവൻ പിള്ളൈ പറയുന്നു. അപ്പോൾ രാഹുൽ പറയുന്നത് നമ്മുടെ ഇപ്പോൾ വിളിച്ചത് LDFൻ്റെ അപേക്ഷ അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടെ. അപ്പോൾ ഗീത മേനോൻ പറയുന്നു ഗുഡ് ഈവനിങ് മനു, യു ആർ എ ഗ്രേറ്റ് പ്രസൻറ്റർ. ആസ് റിഗാർഡ്സ് ടുഡേ topic, I feel absolutely ashamed that the Congress party high command couldn't handle the success which is unpardonable എന്ന് മിസ് ഗീത മേനോൻ എന്നോട് പറയുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെൻറ്റ്സ് മിസ് ഗീത മേനോൻ. അപ്പോൾ എനിക്ക് ഞാനൊരു ഗ്രേറ്റ് പ്രസൻറ്റർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും സന്തോഷത്തിലാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ അഭിഭാഷകൻ്റെ കള്ളി പുറത്തായി എന്നൊക്കെ എന്നോട് അഭിഭാഷകനെ കോൺഗ്രസ്സുകാരൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സതീശൻ പിന്നിൽ ഏതോ ഒരു ശക്തിയുണ്ട്, അത് കോൺഗ്രസ് അല്ല, അതാരാണെന്ന് കണ്ടുപിടിക്കണം. ആ ശക്തിയെ ശക്തമായി PR വർക്ക് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ്റെ നെഗറ്റീവാണ്, UDFനെ അനുകൂലിക്കുന്നു എന്ന് യൂസർ XH എന്നോട് പറയുന്നു. കോളർ തങ്കച്ചിയുടെ ബെസ്റ്റ് റിപ്ലൈ ആണ് എന്ന് സൗമ്യ എന്നോട് പറയുന്നു. KC വന്നാൽ മത്സരിച്ചാൽ പൊട്ടും എന്ന് ഇസ്മയിൽ ഓർമ്മിപ്പിക്കുന്നു. VD എന്ത് കള്ളമാണ് പറഞ്ഞത് എന്ന് എന്നോട് അമ്പാടി ചോദിക്കുന്നു. They are taking every people for granted. If people's welfare is truly their wish, they should not cling to their chair. They must let go it for the greater people concerned. എന്ന് എന്നോട് വിട്ടുകൊടുക്കാൻ പിള്ളച്ച എന്ന് എന്നോട് മിസ്റ്റർ ലെഗസി എന്നോട് പറയുന്നു. പ്രജുലാസ് പറയുന്നു മൈ സജഷൻ ഈസ് K മുരളീധരൻ ഓർ കുഞ്ഞാലിക്കുട്ടി മസ്റ്റ് ടേക്ക് ഓത്ത് എന്ന് പറയുന്നു. ദിജിഷ് പറയുന്നു ഹായ് അങ്കിൾ എന്ന് പറയുന്നു. ഹായ് ദിജിഷ് ത്രാസ്. എന്നെ ഇതുവരെ പക്ഷേ ആരും ഇതുവരെ ഹായ് അങ്കിൾ എന്നിങ്ങനെ ഇതിൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രായം കൂടി വരുന്നത് എനിക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. സാധാരണ നമ്മുടെ പൊതുവേദിയിലുള്ള ആളുകളെല്ലാം എന്നെ ചേട്ടാന്നോ
അല്ലെങ്കിൽ മനു എന്നൊക്കെ വിളിക്കാറ്. അപ്പോൾ ഹായ് അങ്കിൾ എന്ന് ആരോ പറയുന്നുണ്ട്, ഏതൊരു കുഞ്ഞുകുട്ടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഷാജി കോട്ടയത്ത് നിന്ന്. ഷാജി, ചുരുങ്ങിയ വാക്കുകൾ, സമയം അതിക്രമിക്കുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, ശ്രീ ഡേവിഡ് വിജയ്, കേൾക്കാം, ചുരുങ്ങിയ വാക്കുകൾ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ഈ വിഷയം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ ചർച്ച ചെയ്യാൻ. ഇതല്ലേ പ്രധാന വിഷയം. നമ്മുടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഞാൻ ഇന്നലെ ഞാൻ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. അതെ, പക്ഷേ നിറയെ ആളുകൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അവർക്ക് കൂടി വേണ്ടിയാണ് അപ്പൊ ഇന്നലെ ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോ എന്റെ സജഷൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഫിലിം, പിന്നെയാണ് കുറെ പേര് ആ ഫിലിമിന്റെ പേര് പോലും ഓർത്തെടുത്തത്. എന്താണ് സത്യനന്ദിക്കാടിന്റെ ഫിലിമാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പണ്ടൊരിക്കൽ ഞങ്ങൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ, ഞാൻ സർവീസിലിരിക്കുന്ന കാലത്ത് മാർക്കറ്റിംഗിന്റെ ഭാഷയിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവസാനം തർക്കമായി. അപ്പോൾ നമ്മുടെ അന്നത്തെ MD ആയിരുന്ന ചങ്ങാതി പറഞ്ഞേ, എഗ്രി ടു ഡിസഗ്രി ഓർ ഡിസഗ്രി ടു എഗ്രി. അങ്ങനെയാണ് ഇപ്പൊ കോൺഗ്രസിന്റെ സിറ്റുവേഷൻ ഡൽഹിയിൽ. either they are agreeing to disagree or disagreeing to agree. സോ എവിടെ നിൽക്കുന്നു, എവിടെ എത്തിപ്പെടുന്നു ആർക്കും പറയാൻ പറ്റിയല്ല. പിന്നെ അപ്പൊ ഇങ്ങനെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു അഭിപ്രായം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ മുരളീധരൻ നായർ എന്നോട് പറയുന്നു, ഞാനും ഒരു നാടൻ തമാശ പറയട്ടെ എന്ന്. ഓക്കെ, വോട്ടർമാർ ഇപ്പോൾ പാറയിൽ പൂച്ചയെ പോലെയായിരുന്നു. ഓക്കെ, കേട്ടു, മനസ്സിലായി. രാജേന്ദ്രൻ നായർ പറയുന്നു, കേരളത്തിലെ ഇടത് വലത് കഴിവില്ലാത്ത പാർട്ടികളായി പോയി എന്ന് എന്നോട് പറയുന്നു. സുജോ വിജയ് വരട്ടെ എന്ന് പറയുന്നു, കേരളത്തിൽ വിജയ് മുഖ്യമന്ത്രി ആകട്ടെ എന്ന്. കൊള്ളാം. അപ്പോൾ യൂസറിൻ്റെ കമൻറ്റൊക്കെ ഞാൻ വായിച്ചു. യൂസർ കേട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. യൂസറിൻ്റെ കമൻറ്റൊക്കെ ഞാൻ വായിച്ചു. എൻ്റെ കമൻറ്റ് വായിക്കുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടോ എന്നോട് സൈനു ലാബ് ഇത് ചോദിക്കുന്നു. ഇന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നില്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്നാണ് കോൺഗ്രസിൽ നിന്ന് അറിയുന്നവർ. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. നമുക്ക് നോക്കാം. ഫയർ സ്റ്റാർ FF എന്നോട് കണ്ണീരൊക്കെ പൊഴിച്ചുള്ള ഒരു സ്മൈലി അയച്ചു. എന്ത് പറ്റി 5 സ്റ്റാർ മുഖ്യമന്ത്രിയെ കിട്ടാത്തതിൽ 5 സ്റ്റാർ ആകെ 1 സ്റ്റാറായി വിലപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറ്റില്ല, നമുക്ക് മുഖ്യമന്ത്രി വരാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കാം. അപ്പോൾ HK മീഡിയം ഹായ് അങ്കിൾ എന്ന് എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, ഹായ് നെവ്യൂ. ഓക്കെ, അപ്പോൾ ജേക്കബ് ജോർജ് എന്നോട് പറയുന്നു, യുവജനങ്ങളുടെ ആഗ്രഹം VD സതീശൻ ആകണം എന്ന ആണ്. അപ്പോൾ HKM ഹക്കീം ഹായ് അങ്കിൾ എന്ന് പറഞ്ഞതിന് തമാശയായിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരി, എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു HKM ഹക്കീമിനൊക്കെ എൻ്റെ അതേ പ്രായമുണ്ടല്ലോ, എന്നെ അങ്കിൾ എന്ന് വിളിക്കാറായത്. ഓക്കെ, മനോജ് PTA എന്നോടൊപ്പം ചേരുന്നു. മനോജ്, പത്തനംതിട്ട. ശ്രീ മനോജ്. ഓക്കെ, മനോജിന് എന്തോ പ്രശ്നം പറ്റി. അപ്പോൾ മുഹമ്മദ് നിയാസ് എന്നോട് പറയുന്നു, കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് പ്രവർത്തകർ അംഗീകരിക്കും എന്ന് പറയുന്നു. ഓക്കെ, അതൊക്കെ എനിക്ക് സന്തോഷം തന്നെ. പക്ഷേ ഈ ഫ്ലെക്സ് വെക്കലും ഒക്കെ സന്തോഷം തന്നെ, പക്ഷേ ഈ അടിപിടി ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. ജേക്കബ് ജോർജ് എന്നോട് പറയുന്നു, യുവാക്കളുടെ ആഗ്രഹം VD സതീശൻ ആവണം എന്ന് എന്നോട് പറയുന്നു. ആര് മുഖ്യമന്ത്രിയാകും എന്ന് റാഷിദിനോട് ചോദിച്ചാൽ മതി, പ്രവചനം ശരിയാവുന്നു. അതാരാണോ റാഷിദ ആരാന്ന് എനിക്കറിയില്ല. ജയകുമാർ പറയുന്നു, 6 മണിക്ക് പ്രഖ്യാപനം ഉണ്ട് എന്ന് പറയുന്നു. ഞാനും അത് കാത്തിരിക്കുകയാണ്. VD സതീശൻ എന്ന് ഫീനിക്സ് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. VD സതീശൻ ഗെറ്റ് ഔട്ട് എന്ന് ഡ്രീം വാക്കർ അടിയിൽ. ഓക്കെ, ഇവിടെ ലീഗാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നു. ഗോമാതി ആര് CM ആയാലും BJPക്ക് അത് ഗുണമേ ചെയ്യൂ എന്ന് എന്നോട് പറയുന്നു. സരള എന്നോടൊപ്പം ചേരുന്നു, കോഴിക്കോട് നിന്നാണ്. ശ്രീമതി സരള. ശ്രീമതി സരളയ്ക്ക് ഈ പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ? ഇല്ലല്ലാണ്ടോ, മനുഷ്യന്മാർ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ട് എന്തൊരു കല്യാണം കഴിച്ചാലും എന്തോ ഒരു പൂജ കഴിയട്ടെ എന്ന് പറയുന്ന മാതിരിലായി പോയി. നമ്മൾ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് നോക്കുമ്പോഴേക്ക് ഇത്രയും ദിവസമായിട്ടും മുഖ്യമന്ത്രി ആരും ഇവർക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല. നമുക്കൊക്കെ ഒരു പെൻഷൻ കിട്ടുന്നത് മാസത്തത് വരെ തന്നിട്ട് മറ്റേ സർക്കാർ പോയി. ഇനിയിപ്പോ അടുത്ത മെയിലൊക്കെ കിട്ടണ്ടേ? ഇവരിങ്ങനെ കാത്തിരിക്കുന്ന ഞങ്ങളൊക്കെ കാര്യം എന്താ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു, തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ. സാർ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 2 പേര് പിന്മാറിയോ ശക്തമായ രീതിയിൽ തീരുമാനമോ എടുക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇവരാണോ സാർ നാളെ എന്താണെന്ന് വെച്ചാൽ ഈ 3.5 കോടി ജനങ്ങളെ ഭരിക്കാൻ പോകുന്നത്? ഇത്രേ ഉള്ളൂ സാർ, ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല സാർ. ശരി, വ്യക്തമാണ്. അപ്പം എന്നോട് ഇപ്പം അനിൽ നായർ ചേർന്നിട്ടുണ്ട്. വലിയ ധൃതിയൊന്നുമില്ല, സാവധാനം. കാവൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ വലിയ അത്യാവശ്യമൊന്നുമില്ല. 3-ൽ മുന്നിലെത്താൻ സമയം വേണ്ടുവോളം ഉണ്ട്. ഇനി 60 മാസങ്ങൾ ഉണ്ട്, കാവൽ തുടരട്ടെ എന്ന് പറയുന്നു.
ലെഗസി എന്നോട് ഗ്രേറ്റ് ആങ്കറിംഗ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തുന്നുണ്ട്. BJPക്ക് ഇതെങ്ങനെ ഗുണമാകും എന്ന് അമ്പാടി ചോദിക്കുന്നുണ്ട്. ബട്ട് ഓൺലി നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കുകയാണ്. എല്ലാവരും കോൺഗ്രസിനെ പരിഹസിക്കുന്നവരുണ്ട്, കോൺഗ്രസിനെ പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ മുരുകൻ ചിലമ്പത്ത് അങ്ങനെ പറയുന്നു. ശശിധരൻ പിള്ളை പറയുന്നത് മണിമല വിളിക്കുന്നില്ലേ, വിളിക്കാൻ പഴയ ഉത്സാഹം കാണിക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാണെന്ന്. ഒരു ഉത്സാഹക്കുറവും ഇല്ല ശ്രീ ശശിധരൻ വയലാർ. നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല ഇവിടെ തന്നെയുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നമസ്കാരം. അങ്ങ് എന്താ വിളിക്കാത്തതെന്ന് നമ്മുടെ ശശിധരൻ വയലാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഒരേ ചർച്ചയല്ലേ നടക്കുന്നേ. അപ്പൊ ഞാൻ പറയാത്തവർ പറയട്ടെ എന്ന് വിചാരിച്ചു കാണും അല്ലേ? ഞാൻ അത്യാവശ്യം കമന്റ് ഒക്കെ ഇട്ട് ഞാനിങ്ങനെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധിക്കുന്ന മാത്രമല്ല ആസ്വദിക്കുന്നുണ്ടായിരുന്നു വെച്ചോ. അപ്പൊ ഇന്നലെ പറഞ്ഞൊരു കാര്യത്തിന്റെ പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നത്തെ കാര്യം പറയാം. അതായത് ഇന്നലെ നമ്മൾ നവകേരള ബസ്സിനെ പറ്റി ഒരു ചെറിയ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ നവകേരള ബസ് ഓടുന്നുണ്ടോ എന്ന് ഉറപ്പായി ഞാൻ പറഞ്ഞ മനോരമയുടെ വാർത്തയിൽ ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ആർക്കും വിശ്വാസമായില്ലെന്ന് തോന്നി. ഞാൻ നമ്മുടെ ഈ പൊതുവേദി പരിപാടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ KSRTC കോഴിക്കോട് വിളിച്ചു. വെരി ഗുഡ്. അപ്പൊ അവര് പറഞ്ഞു അത് ഓടുന്നുണ്ട്. രാവിലെ 8:25 മറ്റാണ് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർക്ക്. അത് പിന്നെ അവിടുന്ന് വൈകുന്നേരം അവിടുന്ന് തിരിച്ച് പിറ്റേ ദിവസം ഇവിടെ വരും. അങ്ങനെ അത് ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന് നഷ്ടമൊന്നുമില്ല, നല്ല കളക്ഷൻ ഉണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അവർക്ക് കോഴിക്കോട് വിളിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ കമന്റിൽ ഞാൻ ഇന്ന് കോഴിക്കോട് KSRTC നമ്പറും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. അത് ശരി. അപ്പൊ ഏതായാലും 1.5 കോടി രൂപ ചെലവാക്കി വാങ്ങിച്ച ബസ് ഇപ്പൊ എന്തായാലും കട്ടപ്പുറത്തല്ല, പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, 5 കോടിയോളം കളക്ട് ചെയ്ത് കഴിഞ്ഞു. അത് 5 കോടിയോളം കളക്ട് ചെയ്ത് ആൾക്കാർ ആക്ഷേപിക്കാൻ വേണ്ടി വെറുതെ നുണപ്രചരണം നടത്തുകയാണ്. അതെയാ? അപ്പൊ അങ്ങനെ നുണപ്രചരണം നടത്തിയാണ് നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാരിനെ പുറത്താക്കിയതെന്നുള്ള കാര്യം ഈ നവകേരള ബസിന്റെ ഒറ്റ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ജനത്തിന് കുഴപ്പം എന്താന്ന് വെച്ചാല് നമ്മളിപ്പം വിചാരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കുഴപ്പമാണ്, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചയാന്ന് തോന്നും. അങ്ങനെ അക്കരെ പച്ചയാന്ന് തോന്നിയവരാണ് ഇപ്പൊ വോട്ട് ചെയ്ത് 102 സീറ്റ് കൊടുത്തത്. അക്കരെ പച്ച കണ്ടവരാ. ഇപ്പൊ അക്കരെ പച്ച ഇപ്പൊ എന്തായെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ എവിടെയൊക്കെ എന്തെല്ലാം അടിയാണ് നടക്കുന്നത്? കേരളം മുഴുവൻ അടിയാണ്. കേരളത്തിന്റെ ഒരറ്റ പോലെ മറ്റേ അറ്റം വരെ അടി. ശരി, വ്യക്തമാണ്. അപ്പൊ താങ്കളുടെ അഭിപ്രായം ഇവിടുത്തെ അടി പറഞ്ഞിട്ട് ഡൽഹി പോയി അടി. ശരി, ഇതൊക്കെയല്ലേ നടക്കുന്നേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ മറ്റാളുകൾ കൂടി സമയം തീർന്നുകൊണ്ടാണ് നാസർ വർക്കല. നാസർ, ശ്രീ നാസർ, ഈ അടി തീരുവോ? നാസർ സാറേ, ഈ അടി തീരുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അണികളെക്കാൾ ഉള്ള നേതാക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ്. ഇവര് തമ്മി അടി കൂടിയാണ് കേന്ദ്രത്തിന്റെ വെളിയിലായത്. ഇപ്പൊ 10 കൊല്ലം ജനങ്ങൾ പൊറുതി വിട്ടി സർക്കാരിന്റെ അംഗീകാരം കൊടുത്തപ്പോഴത്തേക്ക് വീണ്ടും ഇവര് തമ്മിത്തല്ലും പാരവെപ്പും അടിയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഒരു മുഖ്യമന്ത്രിയല്ലേ വെക്കാൻ പറ്റൂ. കഴിപ്പൊത്തൊരു നേതൃത്വവും എടുത്ത് കളയണവനെയൊക്കെ നേതൃത്വത്തിന് വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പോണോ ഇന്ത്യയിൽ പറഞ്ഞാലും മൊത്തം ഡൽഹിക്ക് വാ, നിങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഈ വോട്ട് ചെയ്തവരൊക്കെ മടയന്മാരാ. കേരളം രക്ഷപ്പെട്ടെന്ന് കരുതിയതാ. കേരളത്തിലെ ഇന്ത്യ രാജ്യം രക്ഷപ്പെട്ട് ഇതിവിടെ ഇല്ലാതായതോടുകൂടി ത്രിപുര, ബംഗാള്, കേരളം, ഇന്ത്യ രാജ്യം സ്വർഗത്തിലേക്ക് പോയെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. അപ്പോഴാണ് ഉമാടൊരു കാര്യം ഇത് കുർവാസംഘങ്ങളാണ്. ഇന്ത്യ രാജ്യം സ്വർഗത്തിലായതാണ്. പക്ഷെ ഇമാരാ വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പ്, ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ല. ജനങ്ങൾ മണ്ടന്മാരല്ലേ? നമ്മളൊക്കെ അഭിനന്ദിച്ച കൂട്ടത്തില്ല. കാര്യം എന്താ, ഈ കേരളം സ്വർഗത്തിലായി എന്ന് ഞങ്ങളൊക്കെ വിശ്വസിച്ചതാ. കാര്യം നമ്മളൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുക. കാര്യം ഗതികേട് കൊണ്ടാണ്. സത്യം പറയാ, ഇതെന്തോ സംവിധാനം. ഒരാൾക്കല്ലേ പറ്റൂ ഇത്, അല്ല വരുന്നവർക്ക് പോണവർക്ക് മൊത്തം മുഖ്യമന്ത്രി ആവാൻ പറ്റൂ? ഹലോ, കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നു. ഞാനിത് ചിരിക്കുകയായിരുന്നു ഇത് കേട്ടു. ഞാൻ ഇതിനെന്താ മറുപടി പറയാം. കേരളം സ്വർഗത്തിലായ ഒരു സ്റ്റേറ്റാണ് ഇത്. ഈ കുറുവാ സംഘങ്ങൾ ഇവിടുന്ന് പോയോടുകൂടി എണ്ണിക്കൊണ്ടിരുന്നാണ് ആളുകൾ ഇതിനെ പുറത്താക്കിയത്. ശരി, നാസർ വിചാരിക്കുന്നത് ആര് മുഖ്യമന്ത്രി ആവുന്ന വിചാരിക്കുന്നത്? സാറേ, ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും അഴിമതി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് വരണം. കാരണം ഇവിടെ ഇന്ന് ശിക്ഷിക്കുന്ന കരിക്കും ചീനി. സാർ ഇത് കേട്ടോ, അതായത് വിശന്ന് പട്ടിണി കിടന്ന് ഗതികേട് കൊണ്ട് ആരെങ്കിലും പറമ്പിക്ക് 2 കരിക്കോ ഒരു മുടി ചീനിയോ പിഴുതാൽ ഓട്ടിച്ചാൽ ഇതാണെന്ന് മോഷണം. കോടികൾ കട്ടോണ്ട് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് അത് അഴിമതി എന്നാ പറയുന്നത്. ഫ്രണ്ടിൽ നിന്ന് 40 പോലീസുകാർ, ബേക്കിൽ നിന്ന് 40 പോലീസുകാർ, ഈ കള്ളന്മാർക്ക്. താങ്കളുടെ അഭിപ്രായം. സമയക്കുറവുകൊണ്ടാണ്. നമുക്ക് ഗോപകുമാർ കൂടിയുണ്ട് എന്നോടൊപ്പം, പാലക്കാട്. ശ്രീ ഗോപകുമാർ, സമയം അവസാനിക്കാറായ ചുരുങ്ങിയ വാക്കുകളിൽ. ഹലോ, നമസ്കാരം കിരൺജി. നമസ്കാരം. എന്തായാലും BJPക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കില്ല എന്നുള്ളൊരു കണ്ടീഷനാണെന്ന് ഞാൻ 4 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് വിളിച്ചാലാണ് എടുക്കുന്നത്?
എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം വേണ്ട. അങ്ങ് ഈ പൊതുവേദിയുടെ എത്ര പ്രധാനപ്പെട്ട ആളാണ്. അങ്ങ് എത്ര കൃത്യമായി അങ്ങയുടെ അഭിപ്രായം ഈ പൊതുവേദിയിൽ എത്രയോ തവണ പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങ് ചെർപ്പളശ്ശേരിക്കാരനാണ്. അങ്ങയുടെ പ്രവചനം ഉണ്ടായിരുന്നു ഷൊർണൂർ മണ്ഡലത്തിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത് വരുന്നു. അതുവരെ ഓർത്തു വെക്കുന്ന ഈ പൊതുവേദിയിൽ പറയാം ഞങ്ങൾ വിളിച്ച ഫോൺ എടുക്കില്ലെന്ന്. എന്റെ തമാശയായിട്ട് കണക്കാക്കിയാൽ മതി. ശരി, ഓക്കെ. ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, അർജന്റായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. 1757 ഒരു പാർസിയിലാണ് നടന്നിട്ടുണ്ട്. 1857 ചിബായിലാണ് നടന്നു. 1921 മലബാർ ലഹള നടന്നു. ഇപ്പൊ 2026 നടക്കുന്ന മുഖ്യമന്ത്രി ലഹളയാണ്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളൂ. പിന്നെ എന്റെ അഭിപ്രായ പ്രകാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് നയിച്ചത് വി.ഡി. സതീശനാണ്. ഒരു ന്യായപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ കോൺഗ്രസിന്റെ ഉള്ളിൽ അഭിപ്രായം പറയാൻ ആളല്ല. എങ്കിൽ കൂടി 41 സീറ്റുള്ള ഒരു പാർട്ടിയെ നയിച്ച് 102 സീറ്റിലോട്ട് നയിക്കുക. അതിന്റെ ഇടയിൽ 4-5 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലൊക്കെ പാർട്ടി വമ്പൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു നട്ടലുള്ളൊരു നായകൻ. ശരി, വ്യക്തമാണ്. അപ്പൊ എനിക്കൊരു പ്രധാന വാർത്ത വരുന്നുണ്ട്. അവിടെ ഒരു വലിയ സംഘർഷം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരത്ത് നീറ്റ് പരീക്ഷ അതിലൊന്ന് സംഘർഷം AGS ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളൊന്നും കാണാനില്ല. അവിടെ ആളുകൾ ഇരിക്കുന്നതിന് ദൃശ്യങ്ങളില്ല. സംഘർഷ സാധ്യത എന്നാണ്. അടിയന്തരമായി ഈ ഒരു സമരം ഇവിടെ നടത്തേണ്ട സാഹചര്യം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അറിയാം. നീറ്റിനകത്ത് നടത്തിയിട്ടുള്ള ക്രമക്കേടിൽ ശക്തമായി എതിർത്തു അത് ഇന്ന് പരീക്ഷ റദ്ദ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് SFI ഇത്തരത്തിലേക്ക് ഒരു സമരം സംഘടിപ്പിച്ചത്. ഇവിടെ ഓഫീസിനകത്തുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്. പോലീസിനെ ഇറക്കി അങ്ങ് SFI അങ്ങ് ഉണ്ടാക്കി കളയാന്നുള്ള ധാരണയിൽ ചില ഏമാന്മാർ ഈ AGS ഓഫീസിനകത്തുണ്ട്. ഏത് പോലീസല്ല പട്ടാളം വന്നാലും SFI ഇതിനകത്ത് മാർച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് അവസാനിപ്പിക്കും. അതാണ് SFIയുടെ പാരമ്പര്യം, അതാണ് SFIയുടെ ചരിത്രം. ചില പോലീസുകാർക്ക് ഹാലിളകിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന ചില കാര്യങ്ങളൊന്നും ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നടന്ന പല കാര്യങ്ങളും ഞാൻ പോലീസുകാരെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ പോലീസുകാർമാർക്കും നല്ല നിഗമനം ഉണ്ടാവുമല്ലോ. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടാണ് SFI ഈ രൂപത്തിനകത്ത് സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ സമരത്തിന്റെ അധ്യക്ഷനായിട്ട് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് വിജയ വിമലിനെ സ്വാഗതം ചെയ്തു. ജില്ലാ സെക്രട്ടറി നന്ദൻ സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ ഏതായാലും അതാണ് ഞാൻ വിചാരിച്ച അവിടെ സംഘർഷം സാധ്യത എന്തോ എന്ന വിവരങ്ങളാണ് വന്നത്. പക്ഷേ സംഘർഷമില്ല. ഒരു ചില പ്രസ്താവനകൾ മാത്രമേ ഉള്ളൂ. ഏതായാലും നവകേരള ബസ്സിന് ശരാശരി 70,000 മാസ് കളക്ഷൻ ഉണ്ടെന്ന് കണ്ടക്ടർ ബിഗ് ടിവിയിൽ പറഞ്ഞതാണ് എന്ന് അജിത്ത് പറയുന്നു. അങ്ങനെ നിരവധി പ്രേക്ഷകരുടെ അഭിപ്രായം കൊണ്ട് ചിലതൊക്കെ എനിക്ക് വായിക്കാനും കഴിഞ്ഞില്ല. ഏതായാലും ഈ വിഷയം ഒരു ചർച്ചയായി ഞാൻ യൂട്യൂബിലും മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഞാൻ ചോദിച്ചത് വി.ഡി. സതീശൻ്റെ നിലപാട് അല്ലെങ്കിൽ വി.ഡി. സതീശൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നുണ്ടോ എന്നാണ്. ഏതായാലും 50% ആളുകൾ അത് മങ്ങലേൽക്കുന്നുവെന്നും 50% ഇല്ല എന്നുമുള്ള നിലപാടാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഏതായാലും ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ടി വരും. ജനവിധി നേടിയതിന് പിന്നാലെ നേതൃത്വം നൽകാനുള്ള ആത്മവിശ്വാസം കാണിക്കാതെ പോകുന്നത് അത് രാഷ്ട്രീയപരമായി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഇനിയും നീണ്ടുപോയാൽ അത് വെറും അഭിപ്രായ ഭിന്നതയുടെ അല്ലെങ്കിൽ ഒരു സൂചന മാത്രമായി കണക്കാക്കപ്പെടില്ല. അത് തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയ ശേഷി കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്ന വിമർശനത്തിനു കൂടി അത് വഴിവെക്കും. ആ വിമർശനം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ജനങ്ങൾ കാത്തിരിക്കുന്നത് അധികാര വടംവലിയല്ല, സ്ഥിരതയുള്ള ഒരു ഭരണമാണ്, വ്യക്തമായ നേതൃത്വമാണ്. ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു പ്രഖ്യാപനത്തിനായി കേരളം കാത്തിരിക്കുകയാണ്. അത് ഇനിയും വൈകിക്കൂടാ. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.